വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഷിയോൺ സിജി മ്യൂസിക്. ആൻഡ് ഇത് പപ്പയുടെ അമ്മയുടെയും 30th ആനിവേഴ്സറി ആണ്. പപ്പ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡൗട്ട് വരും. ബിബിയുടെ, അതായത് RJ ആൻഡപ്പന്റെ അപ്പന്റെയും അമ്മയുടെയും 30th വെഡിങ് ആനിവേഴ്സറി ആണ് May 1st. അപ്പൊ ഇന്നിപ്പതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് April 30th നൈറ്റ് ആണ്. നൈറ്റ് ഇപ്പൊ സമയം എത്രയും 11:30 കഴിഞ്ഞ്. 11:30 കഴിഞ്ഞ് ഞങ്ങള് പപ്പയുടെ ബ്രദറിന്റെ വീട്ടിൽ, അതായത് അപ്പാപ്പയുടെ വീട്ടിൽ ഇരുന്ന് ഇവിടെയാണ് ഞങ്ങൾ നാളെ ഇവിടെ ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വി ഹാവ് എ ഫോട്ടോ വാൾ, അതാണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ മുകളിൽ പെയിന്റിങ് ചെയ്തോണ്ടിരിക്കുന്നത്. ആർട്ടിസ്റ്റ് 1 and ആർട്ടിസ്റ്റ് 2. ആർട്ടിസ്റ്റ് 1ന്റെ പേര് ജുബിൻ, ആർട്ടിസ്റ്റ് 2ന്റെ പേര് മാർട്ടിൻ. പേര് തെറ്റിയില്ലല്ലോ അല്ലേ? അല്ലാത്ത പേര് വിളിച്ച് ഇവ പേര് ഒറിജിനൽ പേര് പറയുമ്പോ ചിലപ്പോ തെറ്റിപ്പോറുണ്ട്. ഇവരെയും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഇവരെയും കൂടെ പരിചയപ്പെടുത്തിക്കോ. ഇതാണ് പപ്പയുടെ ബ്രദർ, അനിയനാണ്. അത് പ്രീതി ആന്റി, പപ്പയുടെ ഭാര്യ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പൊന്നു. പൊന്നുനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൊന്നുന്റെ ഒരു വീഡിയോ 2 മില്യൺ എബോ അടിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. പൊന്നുവാണെന്ന് ആർക്കും അറിയില്ല. ഇവന്റെ കല്യാണത്തിന്റെ ചന്തം ചേർത്തിന്റെ വീഡിയോ ആയിരുന്നു 2 മില്യൺ അടിച്ചത്. ഇത് പിന്നെ ടോമി നിങ്ങൾക്ക് ഇത് പൊന്നുന്റെ ഭാര്യ ലിൻസി. അല്ലെങ്കിൽ എനിക്ക് ചീത്തപ്പേരുള്ളതാണ്. അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് ലൈറ്റ് ഇടട്ടെ ഗൈസ്. ഇല്ല വരുന്നില്ല. ആൻഡപ്പനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ആൻഡപ്പനെ കാണാൻ പറ്റാത്തത്. ഇത് 30 വർഷത്തെ ഒന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട്, അതുകൊണ്ടൊന്നല്ല, 3 ക്യാൻഡിൽ ഞാൻ വാങ്ങി, 3 ക്യാൻഡിൽ എടുത്ത് വെച്ചു. അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കേക്കിന്റെ സൈഡിൽ തന്നെ നമ്മൾ ക്യാൻഡിൽ സ്റ്റാൻഡ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ വി ഹാവ് ദിസ് ബോർഡ് കോൾ ടുഗദർ ഫോർ എവർ. ആൻഡ് ഇതാണ് നമ്മുടെ 30th ആനിവേഴ്സറിയുടെ ബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ തെർമോകോളിൽ ചെയ്തിട്ട്, ഇതെല്ലാം DIY ആണ്. ഒരു സാധനം പോലും നമ്മൾ ആസ് ഇറ്റ് ഇസ് വാങ്ങിയിട്ടില്ല. കേക്കും ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് അല്ലാതെ ബാക്കി എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്ന ഐറ്റംസ് ആണ്. ഒരു ഇവന്റുകാരില്ല, ഒന്നുമില്ല. ഇതെല്ലാം CV കസ്റ്റമൈസ്ഡ് ഇവന്റ്സിന്റെ ഭാഗമായിട്ടുള്ള ഇന്റിമേറ്റ് ഇവന്റ് പ്ലാനിങ് ആണ്. ആൻഡ് അതിനെ കുറിച്ച് ബാക്കി പിന്നെ പറയാം. 30 വർഷം മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ കാസ്കേഡ് ബൊക്കേസ് ആയിരുന്നു ഭയങ്കര ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു ഇപ്പോഴത്തതും പഴയതും കൂടെ മിക്സ് ചെയ്തൊരു കാസ്കേഡ് ബുക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ദിസ് ഇസ് ഇറ്റ്. ലൈറ്റ് കുറവാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം. ആൻഡ് നമ്മൾ ഫുള്ള് ബോട്ടിൽ ലൈറ്റ്സും ചെറിയ വോം ലൈറ്റ്സും ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആക്ച്വലി കള്ളൂപ്പിക്കകത്താണ് നമ്മുടെ ലൈറ്റ് മൊത്തം നാളെ വരാൻ പോകുന്നത്. മോർഫിയസിന്റെ ബോട്ടിൽസ് ആണ് ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് വരാൻ പോകുന്നത്. ആൻഡ് വി ഹാവ് ക്യാൻഡിൽസ് ഓൺ ദ റോക്സ്. ഈ സാധനങ്ങളെല്ലാം കൂടെയാണ് വരുന്നത്. ഇതൊന്നും ഞാൻ കുടിച്ചു ചേർത്തല്ല, ഇതൊന്നും അപ്പ കുടിച്ചു ചേർത്തല്ലാതെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലത്തായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന കുപ്പികളാണ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഇന്നത്തേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നതെല്ലാം നാളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നതെന്ന്, ബാക്കി ഐറ്റംസ് എല്ലാം ഫുള്ള് ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ മാറ്റിയെടുക്കാൻ പോവാണ്. അത് മൊത്തം നാളെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നാളെ പരിപാടി എങ്ങനെ ഫുൾ ഓൺ ഫുൾ വേണമെന്നുള്ളത് ഒന്നിരുന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ സെറ്റപ്പ് ചെയ്യണം, അപ്പോൾ പടക്കത്തിൻ്റെ കാര്യം, ഫയർ വർക്ക്സ് ഉണ്ട്, അതല്ലാതെ ഫുഡിൻ്റെ കാര്യം, ബാക്കി ഇവൻ്റ് എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെയാണ് നമ്മൾ മൊമെൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നത്, ഇതെല്ലാം വർക്കൗട്ട് ചെയ്തൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്ന ബാക്ക് ഡ്രോപ്പിന് നമുക്ക് മരമാണ് വേണ്ടത്. 3 പീസ് മരം വെച്ചിട്ടാണ് നമ്മുടെ ബാക്ക് ഡ്രോപ്പ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈച്ച് ആൻഡ് എവറിത്തിങ് ഇസ് DIY. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനൊരു ബാക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളതിനെ 2 മറ്റേ പെയിൻറ്റിൻ്റെ വലിയ ബക്കറ്റിനകത്ത്
ഈ സിമെൻറ്റ് പോലത്തെ മറ്റേ സാൻഡ് ഉണ്ടല്ലോ, സാൻഡ് പോലത്തെ സാൻഡ്, അത് വെച്ചിട്ട് നിറച്ച് ഫിറ്റ് ചെയ്തിട്ടാണ് 2 തൂണ് വെച്ചത്. ആ 2 തൂണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു വൈ ഷേപ്പിലായിരുന്നുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് മറ്റേത് ഇറക്കി വെച്ചു. ആൻഡ് വി ഹാവ് ദിസ് കേക്ക് ആൻഡ് ക്യാൻഡിൽ ടേബിൾ ഒരു സൈഡിൽ, അതല്ലാതെ നടുക്ക് ടേബിളുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആകെ ഓട്ടം വരുന്ന ഞാൻ അമ്മേനെ ഒരുക്കാൻ വേണ്ടിയിട്ട്, അമ്മേനെ പപ്പേനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയാക്കി വിടാൻ ഞാൻ നേരെ അങ്ങോട്ട് പോയതാണ് കേട്ടോ ഇത്. ആൾക്കാർ കണ്ടെന്താ, അമ്മയ്ക്ക് വല്ലാത്ത നാണായിരുന്നു കേട്ടോ. കാരണം ആ ബൊക്കെയൊക്കെ പിടിച്ച് ഇത്രയും വർഷത്തിന് ശേഷം ഒന്നുകൂടെ മറ്റേ കല്യാണപ്പെടിനെ പോലെയൊക്കെ നിൽക്കുന്നത് ഭയങ്കര നാണായിരുന്നു. ആൻഡ് ഏകദേശം ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവർ മൊത്തം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ വോളും ഈ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ 30 വർഷത്തെ ഫോട്ടോസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു വോള് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ആൻഡ് ആ 30 എന്ന് പറയുന്ന സംഭവം വെച്ചിട്ട് ഇതാണ് നമ്മുടെ ബാക്ക് ഡ്രോപ്പും സെറ്റപ്പും. അങ്ങനെ ഫുൾ പരിപാടി സെറ്റായി കഴിഞ്ഞു. ഫബീന ആൻഡ് ബെന്നി 2 കപ്പിൾസിന്റെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ നമ്മുടെ കുത്തുകൂടിയിരിക്കുന്നത്. എല്ലാവർക്കും ഇരിക്കാം, എല്ലാവരും ഇരിക്കും. അവർ കയറി വരുന്നതൊക്കെ റീൽ എടുത്തിട്ടുണ്ട്, എടുക്കാതെ ഇരുന്നിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് പേഴ്സ്പെക്റ്റീവിൽ തന്നെ കവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പപ്പ എന്നെയും ബിബിയെ വിളിച്ചിട്ടാണ് 30ാമത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അത്ര പപ്പയ്ക്ക് ഓർമ്മയുള്ളൂ. ബാക്കി സംഭവങ്ങളെല്ലാം നമ്മുടെ പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ഫ്രം ദെയർ കോസ്റ്റ്യൂം ടു ഈച്ച് ആൻഡ് എവറി ഡെക്കറേഷൻ, ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്തതാണ്. ആൻഡ് ഓൾസോ നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ട് മാത്രം ഇവൻറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഓരോ മൊമെൻറ്റും നല്ല അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതിന് ശേഷം ഒരു ഗെയിം വരുന്നുണ്ട്, ഒരു കപ്പിൾ ഗെയിം, മറ്റേ ഷൂ ഗെയിം ഉണ്ടല്ലോ, കപ്പിൾ ഷൂ ഗെയിം ഒക്കെ നമ്മൾ ഇവരെ കൊണ്ട് കളിപ്പിച്ചു. ആൻഡ് റിംഗ് എക്സ്ചേഞ്ച്, ഫൈൻഡ് ദ റിംഗ്, ഇഷ്ടംപോലെ പരിപാടി ചെയ്തു. She's my everything. Takes this one to be your wife. സ്നേഹം കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പപ്പയ്ക്കാണെന്നുണ്ടെങ്കിൽ പപ്പയ്ക്ക് തോന്നുന്നത് പപ്പയ്ക്കാണ് എന്താണെന്നുണ്ടെങ്കിൽ പപ്പയുടെ ചെരുപ്പ് തന്നെ പൊക്കണം. അമ്മയ്ക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പപ്പ അമ്മയുടെ ചെരുപ്പ് പൊക്കണം. അമ്മയ്ക്കിപ്പോ അമ്മയ്ക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അമ്മയുടെ തിരിപ്പ് നോക്കണം, ഇല്ലെങ്കിൽ പപ്പയുടെ തിരിപ്പ് നോക്കണം. രണ്ടും തോന്നില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് നോക്കിയേ പറ്റുള്ളൂ. ചെലവഴിക്കുന്നത് ആരാണ്? ഇത് നിങ്ങളെ മലപ്പുറത്തെ ടെസ്റ്റ് ചെയ്യുന്ന ഗെയിമാണ്. തെറ്റിച്ചാൽ ശരിയാവൂല. അപ്പ സത്യം പറയണം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ അതിൽ അമ്മയ്ക്കൊരു പോയിന്റ്, പപ്പയ്ക്ക് 0, ഒന്നുമില്ല. സോറി പറയാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആർക്കാണ്? അത് ഇതിങ്ങനെ സമയം എടുക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് ഇതെന്താണ് മൊത്തത്തിൽ ക്ലാസ് ആയി. ഓക്കെ, സർപ്രൈസുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ആരാണ്? അത് ബിബി ഗോൾ അടിച്ചു, ആ പോയിന്റ് അവിടെ പോയി. ഈ ഗെയിം വേണമെങ്കിൽ എല്ലാ കപ്പിളിന്റെ കൂടെ കളിക്കാവുന്നതാണ്, എല്ലാ കപ്പിൾസിനെയും കൊണ്ട് കളിപ്പിക്കാം. നിങ്ങൾ ആദ്യം ഐ ലവ് യു പറഞ്ഞതാരാ? ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ മറ്റേ ഇടക്കണ്ടിട്ട് നോക്കിട്ട് പപ്പ അത് പൊക്കിന്ന് കണ്ടപ്പോഴത്തേക്ക് എന്നാ പിന്നെ ഞാനും നോക്കിയേക്കാം. കണ്ടില്ല? And that was a very fun part because it was so wholesome and so amazing because it was very intimate and like അങ്ങോട്ടും ഷൈനസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു സർക്കിളിലായിരുന്നു ഈ പ്രോഗ്രാം ഫുള്ള് നടന്നത്. അതുകൊണ്ട് തന്നെ അടിച്ചു പൊളിച്ച് നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ജസ്റ്റ് സോ ഗുഡ്. ഇത് റിങ് ഫൈൻഡ് ചെയ്യുന്ന ഗെയിമാണ് കേട്ടോ. മനസ്സിലായിട്ടുണ്ട് സാധനം എവിടെയാണെന്ന്. ഞാൻ മരുമകളെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ.
അപ്പൊ അപ്പാപ്പയുടെ ക്ലൂ കാരണം ഏകദേശം പപ്പ പിന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചേട്ടോ. ഞാൻ നൈസായിട്ട് ആ ബൊക്കയുടെ ഇടയിലാണ് കൊണ്ടുവന്ന് റിങ് ഒളിപ്പിച്ച് വെച്ചത്. ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുത്തതായിട്ട് കഴിഞ്ഞിട്ട് അവര് റിങ് എക്സ്ചേഞ്ച് ഒരു നോട്ട് അബൌട്ട് ഹൗ ദെയർ ലൈഫ് വാസ് ആൻഡ് ഒരു താങ്ക് യു നോട്ട് എന്ന് പറയാം. ഒരു നോട്ട് ഞാൻ പറഞ്ഞതാണ് സംസാരിക്കണമെന്ന്, എന്തായാലും സംസാരിച്ച് വെച്ചോളൂ. അതെ, ഇല്ല, അങ്ങനെ ഒന്നും എനിക്ക് കാര്യമായിട്ടൊന്നും പറയാൻ തോന്നുന്നില്ല. പക്ഷെ എന്തായാലും 30 വർഷം ഒരുമിച്ച് ജീവിക്കാന്ന് പറയണത് അത് ഞാൻ ചില സമയത്തൊക്കെ ആലോചിക്കാറുണ്ട്. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിയുടെ ഒക്കെ സൗണ്ട് ഒക്കെ കേൾക്കും. പക്ഷെ എന്തായാലും പൊന്നനും പൊന്നി അവസാനം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര സ്നേഹമാണ്. അയ്യോ കണ്ട ഇരിക്കുന്ന ഇരിപ്പുണ്ട, ഇപ്പൊ അവിടെ പോയി കഴിയുമ്പോൾ ബാക്കി കേൾക്കാം. അപ്പൊ എന്തായാലും 30 വർഷം ഒരുമിച്ച് ഇത്രയും അടിപൊളിയായി ജീവിച്ച് ഞങ്ങളെയും ഉഷാറാക്കി കൊണ്ടുവന്നതിന് അല്ല എനിക്ക് ഇങ്ങനെ പറഞ്ഞ ശീലമില്ല. അപ്പം അതെ അല്ലെ ടോമി പറഞ്ഞെന്താന്ന് അറിയോ, ഇനി ഞാൻ പറഞ്ഞു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോമി പറഞ്ഞ സാധനം പറയാം. അതായത് ഇപ്പം ഇവര് പാരന്റ്സ് എന്ന രീതിയിൽ ഇപ്പൊ എന്റെ കല്യാണം നടത്തി, ഇനി വേണ്ടതെന്ന് പറയുന്നത് ടോമിയുടെ കല്യാണം നടത്താന്നുള്ളതാണ്. അപ്പൊ ഈ 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് ടോമിയുടെ കല്യാണത്തെ പറ്റിയാണ്. അപ്പൊ ടോമിക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇല്ല എനിക്ക് എല്ലാം പപ്പയും അമ്മയും പറയുന്ന പോലെ എന്ത് ഇല്ല എനിക്ക് കല്യാണം പ്രായമായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മമ്മീനെയും പപ്പീനെയും കുറിച്ച് പറഞ്ഞേ. അനുവാവേ പറഞ്ഞേടാ. ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി. ഞാൻ പറഞ്ഞോ ടോമി കരയരുത് കേട്ടോ, സഹിക്കാൻ പറ്റില്ല. എല്ലാ വൈകുന്നേരം ആകുമ്പോ ടോമി പറയുന്ന ഡയലോഗാ, അമ്മ ഒറ്റയ്ക്ക് 1 മണിക്കാ പറയണത്. അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, എനിക്ക് അമ്മേനെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയും ഞാൻ വീട്ടിൽ പോയെന്നാ. ഇനിയിപ്പോ ഇവിടുന്ന് വണ്ടി ഓടിച്ച് പോണ്ടേ, നാളെ എന്നിട്ട് ചെയ്യും പൊന്നു എടാ എന്റെ അമ്മ പാവം, അമ്മ ഒറ്റയ്ക്കാ വീട്ടില്, നീ ഒന്ന് പോയി കൂട്ടിരിക്കുന്നു വെച്ചിട്ട് പൊന്നുനെ പറഞ്ഞു വിടും. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടൊന്നുമില്ല. അമ്മയെ കുറിച്ച് അപ്പനെ കുറിച്ച് 2 നല്ല വാക്ക് പറഞ്ഞു പിടിക്കടാ. എന്റെ അമ്മ അതായത് ഇപ്പൊ ഇത്രയും കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഉള്ളു. അങ്ങനെ ഇമോഷണൽ ഒന്നും ആവണ്ട. അപ്പൊ കഴിച്ച് ടോമി അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഇമോഷണലായി പോയിട്ടോ. അവൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇമോഷൻ വന്നിട്ട് അവൻ നല്ല കളിയാക്കൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണലായി പോയതുകൊണ്ട് തന്നെ നൈസായിട്ട് സൈഡിലേക്ക് മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരെ കൊണ്ട് ഒരു മിന്ന് കിട്ടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പപ്പ അമ്മയ്ക്ക് ഒരു ഡയമണ്ട് നെക്ലസ് മേടിച്ചു കൊടുത്തു. ആ സാധനം അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഒരു മാലയായിട്ട് തന്നെ
ഒരു ലൈക്ക് എന്താണ് ഒരു മിനി താലികെട്ട് പോലൊരു സംഭവമൊക്കെ ചെയ്യിച്ചു. ആൻഡ് ഓൾസോ ഒരു ബ്രേസ്ലെറ്റും ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് അവരെ കൊണ്ട് വൈൻ ടോസ്റ്റ് ചെയ്യിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ സ്റ്റൈലിൽ കരിക്കാണല്ലോ കൊടുക്കുന്നത് കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഞങ്ങൾ കരിക്കുന്ന കാര്യം മറന്നുപോയി. ഈ പരിപാടിയുടെ ഒക്കെ ഇടയ്ക്ക് ഈ ഒരു ഓളത്തിലും പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. ആ ചൂടിലും എല്ലാത്തിലും കൂടെ നിന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കിൻ്റെ കാര്യത്തിൽ വിട്ടുപോയി എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ഇതും കഴിഞ്ഞിട്ട് പപ്പയുടെയും ഒരു താങ്ക്സ് നോട്ട് ഉണ്ട് കേട്ടോ. എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. പപ്പ എന്നെ ഉറങ്ങിക്കോ. അപ്പൊ എന്തായാലും ആദ്യം ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 30 വർഷക്കാലം വളരെ സുഖകരമായ തരത്തിലുള്ളൊരു ജീവിതമായിരുന്നു. സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അല്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ സാധാരണ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ അല്ല അങ്ങനെ ബുദ്ധിമുട്ടില്ല, പറയാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടില്ല. സാധാരണയുള്ള സംഭവങ്ങളോ അതുള്ളൂ, അല്ലാതെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാർ എടുക്കുമ്പോഴേ ചിലപ്പോൾ ഒരു കാർ എടുക്കുമ്പോൾ പലപ്പോൾ ആ കാർ ചിലപ്പോൾ മാറ്റാനായിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോൾ മോഡൽ കുറഞ്ഞില്ലേ, അല്ല ഫാഷൻ കുറഞ്ഞില്ലേ, അല്ലെങ്കിൽ അതിന്റെ ഫേസ് ലിഫ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ ഞാൻ എടുത്ത കാറ് മാറ്റേണ്ട വന്നിട്ടില്ല, ഇനി മാറ്റാനായിട്ട് തയ്യാറുമല്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് കൊണ്ടുപോകില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് വളരെ സന്തോഷകരമായ അല്ല സമയത്ത് പൊട്ടിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് പറ്റിയത്. പിന്നെ പറയാനുള്ളത്, ദൈവം 2 മക്കളെ എനിക്ക് തന്നു, ഞങ്ങൾക്ക് തന്നു. വളരെ എന്താ പറയാ സന്തോഷകരമായ ജീവിതം നയിച്ചു വരുന്നു. ഒപ്പം തന്നെ മരുമകള് അതിനേക്കാളും പ്രത്യേകിച്ച് ഞങ്ങളുടെ കിളിരൂപ്പറമ്പിൽ കുടുംബത്തിലും മണിമലപ്പറമ്പിൽ കുടുംബത്തിലും ഒക്കെ എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഏറ്റെടുത്ത് നടത്താനും കഴിവുള്ള ഒരു മരുമകളെയാണ് തന്നത്. ദൈവത്തിന് നന്ദി. പിന്നെ സഹോദരനായ ബിജു ആണേലും പ്രീതി ആണേലും അടിയനായ ജോമിച്ചനും ബീനയും പിള്ളേരെല്ലാവരും നമ്മളെല്ലാവരും അറിയാം. നമ്മൾ ഈ 3 കുടുംബവും വളരെ സ്ട്രോങ് ആയിട്ട് റിലയബിളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരസ്പരം സഹകരിച്ച് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അത് വീണ്ടും മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ പോകാനുണ്ടാവട്ടെ എന്ന് ദൈവം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് കേട്ടില്ല ഇല്ല ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമാണ്. 30 കൊല്ലം അതിന് എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ പരിപാടി ഇങ്ങനൊരു പരിപാടി ചെറിയ രീതിയിൽ 30 വർഷമായില്ലേ, എന്തെങ്കിലും ചെറിയ പരിപാടി ആസൂത്രണം ചെയ്യണം പറഞ്ഞു. എന്തായാലും വളരെ ഗംഭീരമായിട്ട് വളരെ നന്നായിട്ട് നിങ്ങളെല്ലാവരും കൂടെ കൂടി, പ്രത്യേകിച്ച് എനിക്കറിയാം ഇതിന്റെ പുറകിലെ ബുദ്ധി ഷിയോണാണ്. അതെ, ഷിയോണാണെന്നറിയാം. അപ്പോൾ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് തിരിച്ച് വീണ്ടും ഓടിയിട്ട് വന്നു. നാളെ തിരക്കുണ്ട്, അങ്ങോട്ട് വീണ്ടും ഓട്ടത്തിലാണ്. അതിനിടയിൽ ഇവിടെ വരാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും ഇതിന്റെ സാഹചര്യം എനിക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് പിള്ളേരെല്ലാവരും, ടോമി ആണേലും പൊന്നോ ആണേലും അപ്പു ആണേലും, അപ്പു എനിക്ക് തോന്നുന്നു അപ്പു 28-ാം തീയതി തിരിച്ചു പോകുന്നു പറഞ്ഞ ആളാണ്. ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനല്ലേ? അതെ. അപ്പൊ അല്ല അങ്ങനെ പറഞ്ഞിട്ട് വന്നപ്പോൾ 28-ാം തീയതി പോകുന്നതാണ് ഇവിടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കൂടെ കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം പ്ലാൻ ചെയ്തായിരിക്കും. അപ്പൊ എല്ലാവരുടെയും ഈ സഹകരണവും ഈ സ്നേഹവും ഈ എന്താ പറയാ എല്ലാവരും കുഞ്ഞപ്പൻ്റെ പേരെടുത്താൽ കുഞ്ഞപ്പൻ ലിൻസി. ഇതേ ആ ലിൻസിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ്. ലിൻസിയും ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ മരുമോള് അല്ലേ? മനു എല്ലാവരും ആരും പേര് വിട്ടുപോയില്ലെന്ന് തോന്നുന്നില്ല. ആരുണ്ടോ? കുഞ്ഞപ്പൻ, അപ്പു, പൊന്നു, എല്ലാവരും കുഞ്ഞു എല്ലാവരും കേട്ടോ. ഓക്കെ, അപ്പൊ നന്ദി. അപ്പോൾ മാർക്കിംഗ് ദി എൻഡ് ഓഫ് ഒഫീഷ്യൽ പ്രോഗ്രാംസ് നേരെ ഫോട്ടോ സെഷനിലേക്കായിരുന്നു. ഫോട്ടോ സെഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചാടിത്തുള്ളി ഡാൻസ് കളിക്കാൻ പോകുന്നുള്ള പ്ലാനിലായിരുന്നു. അത് കഴിഞ്ഞ് പടക്കം പൊട്ടിക്കണം, ഫുഡ് കഴിക്കണം, ഇഷ്ടം പോലെ. എനിക്കും വേണം ഒരെണ്ണം. മെഴുകുതിരി എവിടെ കത്തിക്കാൻ?
അതായിരുന്നു ഞങ്ങളുടെ മൊത്തത്തിലുള്ള പരിപാടി. ഇറ്റ് വാസ് സോ മച്ച് ഓഫ് മൊമെന്റ്സ് പുട്ട് ടുഗെദർ, സോ മച്ച് ഓഫ് ഹാപ്പിനെസ്. ഇതെല്ലാം പോസിബിൾ ആയത് അതൊരു ഇൻറ്റിമേറ്റ് ഇവൻ്റ് ആയതുകൊണ്ടാണ് ഓൺ ദ ഫസ്റ്റ് പ്ലേസ്. ആൻഡ് ദെൻ എവറിത്തിങ് വാസ് സ്പെഷ്യലി ക്രാഫ്റ്റഡ് ജസ്റ്റ് ഫോർ ദിസ് ഇവൻറ്റ്. നമുക്കിപ്പോൾ ഈ ആ ടേബിളാവട്ടെ, ആ ഒരു ഈച്ച് ആൻഡ് എവറി ഡെക്കറേഷൻ പാർട്ട്, ആ ബാക്ക് ഡ്രോപ്പിലെ ഓരോ സാധനങ്ങളാവട്ടെ, അതെല്ലാം നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടും ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തത് കൊണ്ട് തന്നെ ഇറ്റ് വാസ് ലൈക്ക് സോ മച്ച് ഓഫ് ഹാപ്പിനെസ് ആൻഡ് സോ മച്ച് ഓഫ് ലൈക്ക് ഓക്കെ നമ്മൾ എന്തോ അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഓൾസോ വി പ്ലാനിങ് ടു ലോഞ്ച് CB കസ്റ്റമൈസ്ഡിൻ്റെ ഒരു ചെറിയ ഇവൻറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻറ്റ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇവൻറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻറ്റിമേറ്റ് ഇവൻറ്റ്സ് മാത്രം ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലി നമ്മൾ കുറച്ച് പേര് മാത്രം വെച്ചിട്ട് ഇപ്പോൾ ഒരാളെ സർപ്രൈസ് ചെയ്യണമല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓരോ ഡെക്കറേഷനും ഓരോ സാധനവും നമ്മളിപ്പോൾ പേഴ്സണലൈസ്ഡ്, ഇപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം, പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് കൊടുക്കണം, അതാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് CB കസ്റ്റമൈസ്ഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇൻറ്റിമേറ്റ് ഇവൻറ്റ്സ്, ലൈക്ക് വെരി ഇൻറ്റിമേറ്റ് ഇവൻറ്റ്സ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പേജിൽ കൂടെ തന്നെ കണ്ടിട്ടുണ്ടാവും, റീൽ യൂട്യൂബ് ഷോർട്സിൽ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം റീലിൽ ബിബിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് കംപ്ലീറ്റ് എങ്ങനെയാണ് സ്റ്റുഡിയോ മേക്ക് ഓവർ ചെയ്തെടുത്തതെന്ന്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഒരു സ്പേസിനകത്ത്, ഇപ്പോൾ നമ്മുടെ വീടിനകത്ത് നമുക്ക് കംപ്ലീറ്റിലൊരു മേക്ക് ഓവർ ചെയ്തൊരു ഡെക്കറേഷൻ ചെയ്തെടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് CB കസ്റ്റമൈസ് ആൻഡ് വി ആർ റെഡി ടു ഡു ഇറ്റ് ഫോർ യു ഗൈസ്. സോ അതും കൂടെ മനസ്സിലാച്ചേക്കാം. അങ്ങനൊരു പ്ലാനും കൂടെ മനസ്സിലുണ്ട്. ഹോപ്പിംഗ് ടു മേക്ക് ഇറ്റ് വർക്കിംഗ് വെരി സൂൺ. Just for intimate events, not for big events, not at all for big events, not at all for these fancy stages that you come across in event companies and everything, but then for like very much customized, very much for people who want, who know what they want. അപ്പോൾ നമ്മളതിന് കംപ്ലീറ്റ് ഹെൽപ്പ് കൊടുക്കും. ഡിസൈനിങ് പാർട്ട് സംഭവങ്ങളെല്ലാം നമ്മൾ ഐഡിയാസ് അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി മൊത്തം ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അതും കൂടെ ലോഞ്ച് ചെയ്യുന്നു. ആൻഡ് ദിസ് വാസ് ലൈക്ക് ഫോർ നമ്മുടെ ഇവൻറ്റിൻ്റെ കാര്യത്തിലേക്ക് പിന്നെ തിരിച്ച് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ പപ്പയുടെയും അമ്മയുടെയും കൂടുതൽ കപ്പിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര കുറവായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ബിക്കോസ് ലൈക്ക് എന്തോ അവരങ്ങനെ കൂടുതൽ ഫോട്ടോസ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്നെ ബിബിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ചയിൽ മറ്റേ വെഡ്ഡിങ് ഷൂട്ട് പോലെ ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ഫോട്ടോസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുറേ കപ്പിൾ പിക്സ് എടുക്കുക എന്നുള്ളതായിരുന്നു. അതെന്തായാലും ലൈക്ക് each and every moment, each and everything that happened, that was all covered. ഇപ്പോൾ അവരുടെ കല്യാണത്തിനില്ലായിരുന്നു. ഇപ്പോൾ പണ്ടത്തെ കല്യാണത്തിൻ്റെയൊക്കെ നമുക്കറിയാം എല്ലാ മൊമെൻറ്റും ഉണ്ട്. ഇപ്പോൾ മോതിരിടുന്നത്, ഇപ്പോൾ ഒരു സെറ്റ് പാറ്റേൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കല്യാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് എവറി സ്മൈൽ, എവറി ലവ്, എവറിത്തിങ് ഈസ് കവേർഡ്. അപ്പോൾ അങ്ങനെ കുറേ അടിപൊളി മൊമെൻറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു ടു അനീഷ് റാം ആയിരുന്നു നമ്മുടെ ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു തന്നത്. പുള്ളി കിട്ടിയതും ഭയങ്കര അതിശയമുള്ളൊരു കാര്യം, ഭയങ്കര താങ്ക്സ് ടു ഗോഡ്. ബിക്കോസ് വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് നമ്മൾ അന്നത്തെ ദിവസം മീൻസ് മെയ് ദിനത്തിൻ്റെ അന്നായിരുന്നു ഈ പരിപാടി നടന്നത്. അറിയാമല്ലോ, May 1 അപ്പോൾ May 1 ഇഷ്ടംപോലെ കല്യാണങ്ങളും ഉറപ്പിക്കലുകളും എല്ലാം ഉണ്ട് പാലക്കാട് ജില്ലയിൽ. ആൻഡ് ഒരു മനുഷ്യനെ ഫോട്ടോ എടുക്കാനായിട്ട് കിട്ടുന്നില്ല. പല വഴിക്ക് നമ്മൾ അന്വേഷിച്ചിട്ടും ഒരാളെ പോലും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് അവസാനം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റോറി ബിബി മെൻഷൻ ചെയ്തത് ബിബിയുടെ ഏതോ ഫ്രണ്ട് ഈ പുള്ളിക്ക് അയച്ചു കൊടുത്തു. ആൻഡ് ഹീ വാസ് ഫോളോയിങ് മീ. അങ്ങനെ പുള്ളി എനിക്ക് അയച്ച് അങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞാണ് ഞങ്ങൾക്കൊരു ഫോട്ടോഗ്രാഫറിനെ തലേ ദിവസം വൈകിട്ടാണ് റെഡി ആവുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ നോക്കി, ബിബി അവിടെ നിന്ന് നോക്കി, കസിൻസ് എല്ലാവരും നോക്കി, ആരും നോക്കിയിട്ടും ഫോട്ടോഗ്രാഫറിനെ കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് അത് സെറ്റായി വന്നത്. എവറിത്തിങ് വെൻറ്റ് ലൈക്ക് പ്ലാൻ. ജസ്റ്റ് ലൈക്ക് ഞങ്ങൾ കുറച്ച് പ്രോഗ്രാം വാസ് ലൈക്ക് കുറച്ച് സമയം മാത്രം കുറച്ച് ഫ്രണ്ടിലേക്ക് നീങ്ങിപ്പോയി എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാനും നടത്താനും ഒക്കെ പറ്റി. നമ്മൾ ലൈക്ക് എവറിത്തിങ് വാസ് ഡൺ ഔട്ട് സൈഡ്. ഇപ്പോൾ നമ്മൾ വീട്ടിനകത്താണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യുന്നു. പിന്നെ ചിലപ്പോൾ വീട്ടിനകത്ത് ചെയ്യേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് മഴ പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ടായിരുന്നു. ആ ആഴ്ച എല്ലാ ദിവസവും, ഈ ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഫുള്ളിങ്ങനെ കറുത്തൊക്കെ വന്നു. ഞങ്ങൾ വിചാരിച്ചു ഈ സാധനം എല്ലാം പൊക്കിയെടുത്ത് വീട്ടിനകത്തോട്ട് കയറി ഓടേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. എല്ലാം പുറത്തായതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്ത് വന്നു. ആൻഡ് എല്ലാവരും നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചായിരുന്നു ഇപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുന്നു, നമ്മൾ DIY ആയിട്ട് ഇവൻറ്റ് ചെയ്യുന്നു, പുറത്തുനിന്ന് ആരും ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡ് എടുക്കാൻ 10 പേര് അങ്ങോട്ട് പോകണം, അവർ ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ആരെയും വിട്ടില്ല. എസ്പെഷ്യലി ആർ പേരൻസ് ആൻഡ് എവരിവൺ. അവരെല്ലാവരും അവിടെ തന്നെ ഇരുന്ന് ഫുൾ എൻജോയ് ചെയ്തു എന്നുള്ളത് ഞങ്ങൾ പിള്ളേരെല്ലാവരും ഉറപ്പുവരുത്തിയൊരു കാര്യമായിരുന്നു. ആൻഡ് എവറിത്തിങ് വെൻറ്റ് സൂപ്പർ വെൽ. ഇറ്റ് വാസ് ജസ്റ്റ് അമേസിങ്.
And if you're watching till now, make sure you subscribe to my channel. And also for more videos like this, comment below that if you like my video, and also share ചെയ്യാനും മറക്കരുത്. എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ guys, bye bye.